നമസ്കാരം. ഇത് ചങ്ങനാശ്ശേരി പെരിഞ്ഞ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവത്തിൻ്റെ ഭാഗങ്ങളായി കാണുന്നത്. നമ്മുടെ ദേശത്തിൻ്റെ മൊത്തത്തിലുള്ള ഉത്സവമായത് എല്ലാ ഭാഗത്തു നിന്നും അങ്ങ് നമ്മുടെ മുണ്ടക്കയം കുമളി ആ ഭാഗത്തു നിന്ന് വരെയുള്ള ആൾക്കാരെത്താറുണ്ട് കാണാൻ വേണ്ടി. വളരെ വലിയ ആഘോഷമാണ്. അപ്പോൾ ഇന്ന് തൈപ്പൂയ ഇന്നത്തെ ഇന്നത്തെ തൈപ്പൂയ മഹോത്സവം അല്ലേ? അല്ല, ഇത് കാവടിയല്ലേ ഇന്നത്തെ? ഇത് കാവടി വിളക്ക്. നാളെ കാവടിയാട്ടം. നാളെ കാവടിയാട്ടം അല്ലേ? അപ്പോൾ അത് രാവിലെ തൊട്ടേ ഉണ്ടല്ലോ നാളത്തെ കാവടിയാട്ടം. നാളെ കുട്ടികളുടെ കാവടിയാട്ടം ഉച്ച കഴിഞ്ഞു. വലിയ നമ്മുടെ തെയ്യവും തറയൊക്കെ ഉള്ളത് വൈകിട്ട് അല്ലേ? ഇത് കാവടി വിളക്കാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആഘോഷങ്ങളായിട്ടുള്ളത്. അത് നമ്മുടെ കേരളത്തിലെ നാനാഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുമുള്ള തെയ്യങ്ങളും എല്ലാം വരും. ഭയങ്കരമായിട്ടുള്ളതാണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാം. നമ്മുടെ മകുമൂലയുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പിന്നെ മാരണത്തുകാവ് ദേവീക്ഷേത്രം വരെയാണിത്. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഇത് ഇപ്പോൾ ഈ വർഷത്തെ ഒരു പ്രധാന ഘടകമായിരുന്നു. കഴിഞ്ഞ വർഷമൊന്നും ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഇല്ല. ഇത് ഭയങ്കര ഒരു പരിപാടിയാണ് കേട്ടോ. ഇതൊരു വലിയ വാഹനത്തിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരിയുണ്ട്, ഒരുപാട് ലൈറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കണ്ടതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെറുതായിട്ട് തോന്നുന്നത്. പക്ഷേ നല്ല ഏറ്റവും നല്ല രസമുള്ള ഒരു വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒന്നായിരുന്നു. പിന്നെ സിറ്റി മുഴുവൻ ചങ്ങനാശ്ശേരി മൊത്തം ഉണരുന്ന ഒരു ആഘോഷമാണ് നമ്മുടെ കാവടി വിളക്ക്. കഴിഞ്ഞിട്ട് നാളെ ഇതുപോലെ തന്നെയാണ്. ഒത്തിരി നിശ്ചല ദൃശ്യങ്ങളും അതോ ഇതൊക്കെ ഉണ്ട്. ഇത് ജയസൂര്യാണ്. ഇതാരാജ് നമ്മുടെ സുരാജ് മഞ്ഞാറും ഇതാരാ ഇന്നസെന്റ്. ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിപാടികളുണ്ട്. പിന്നെ നല്ല രസമാണ്. ഒത്തിരി ആൾക്കാരും നാടിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഉത്സവമല്ലേ? നാനാസ്ഥലത്തുനിന്ന് ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനകത്തെല്ലാം മേളങ്ങളും വാദ്യങ്ങളും എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പോലീസുകാരും എല്ലാം നിയന്ത്രിക്കാനായിട്ടെല്ലാം പോലീസും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ അയൽപ്പക്കത്തെ ഞങ്ങളുടെ 2 കുടുംബങ്ങളാണത്. അമ്മയുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെല്ലാം ഞങ്ങളുടെ വന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിട്ടാണ്. അപ്പം എല്ലാവരും ഈ അടുത്ത വർഷത്തെ തൈപ്പൂയം കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും എത്തണം. അടുത്ത വർഷം ഇതിനെക്കാട്ടിലും സൂപ്പറായിരിക്കും. പുതിയ വെറൈറ്റികൾ വരുന്നതെല്ലാം എല്ലാ വർഷവും നമ്മുടെ തൈപ്പൂയത്തിന് ഇവിടെ എത്തിക്കും. പിന്നെ ഗജവീരന്മാരെന്ന് പറഞ്ഞാൽ എല്ലാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഗജവീരന്മാരാണ് എല്ലാം. ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മുടെ പാപ്പാടി രാജന്, ഉൾപ്പള്ളി കേശവന്, ഉൾപ്പള്ളി സാധു, അങ്ങനെ പ്രശസ്തരായിട്ടുള്ള എല്ലാ ഗജവീരന്മാരും ഉണ്ട്. 7 പേരാണ് നമ്മുടെ ഈ ഉത്സവത്തിനുള്ളത്. നല്ല രസത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. മാസം കഷ്ടപ്പെട്ട ഇവർ ഇത്രയും വെയിറ്റ് ചുമന്നത് എത്രയോ കിലോമീറ്റർ നടക്കുന്നതെന്നറിയാം. എല്ലാ കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും അവരെല്ലാവരും നന്നായി സഹകരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്, മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് ഇതല്ലേ കരവാണ്. കരവുണ്ട്. ഇത് നമ്മുടെ പെരിഞ്ഞ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഞങ്ങളുടെ വള്ളിയമ്മയാണ്. ശ്രീവള്ളി വള്ളിയമ്മ എന്നെല്ലാവരും വിളിക്കുന്നു. അപ്പോൾ എന്തോ 55-60 വയസ്സെന്തോ ഉണ്ട് ഇപ്പം കേട്ടോ. ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അടുത്തല്ല. പിന്നെ ചില സമയത്ത് ചില കുസൃതിയുണ്ട്. ഈ അവിടെ തളച്ചേക്കുന്നിടത്ത് എന്ന് കഴിഞ്ഞാൽ ആൾ ഓരങ്ങളൊക്കെ എടുത്ത് എരിയുകയൊക്കെ ചെയ്യും. അത് കുസൃതി ഇപ്പോഴും ഉണ്ട്. 10-60 വയസ്സാവാറായിട്ട് ഇപ്പോഴും കൊച്ചു കുട്ടികളുടെ സ്വഭാവം. ഇത് ഞങ്ങളുടെ സുഹൃത്തിൻ്റെ മകളാണ്. അവരെല്ലാം ഞങ്ങളുടെ ഉണ്ടായിരുന്നു. ഇത് സുബ്രഹ്മണ്യ സ്വാമിയെ ഭാര്യയാണ് നിഗ്രഹിക്കുന്നതായിട്ടുള്ള ഫോട്ടോയാണ്. കുട്ടികളുടെ ഒരു ഹരമാണ് ഇപ്പോഴത്തെ ഈ മേളങ്ങൾ. ഭയങ്കര ശബ്ദമാണ്. ദൈവം പൊട്ടിപ്പോകുന്ന തരത്തിലുള്ള സൗണ്ടാണ്. വലിയൊരു ഹരമായിരിക്കും കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്കൊക്കെ. അതിനൊപ്പമുള്ള ആട്ടവും തുള്ളലും
ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇത് എല്ലാ തരത്തിലുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞതുകൊണ്ട് ഹിന്ദുവിൻ്റെ ക്രിസ്ത്യൻസിൻ്റെ മുസ്ലിംസിൻ്റെ എല്ലാം ഗ്രൂപ്പുകൾ ഇതിനകത്തുണ്ട്. എല്ലാം മനോഹരമാക്കിയിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ഓരോ വർഷവും പുതിയ പുതിയതാണ്. പണ്ട കാലത്തൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ കലഹമൊന്നും ഇപ്പം അങ്ങനെ പുതിയ എല്ലായിടത്തൊന്നും കാണാനൊന്നുമില്ല. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള LED ലൈറ്റുകളും ഇങ്ങനെയൊക്കെയുള്ള വെച്ചുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടമുള്ളത്. കാണാനും ഭംഗി ഇതാണ്. നല്ലൊരു ദൂരെ നിന്നായാലും നമുക്ക് കാണാൻ നല്ല ഭംഗി തോന്നുന്നുണ്ട്. അടുത്ത് നിന്നായാലും മറ്റേ പണ്ടത്തെ എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ല. നമ്മുടെ ആ നാട്ടു രീതിയിലുള്ള ഇതൊക്കെ അല്ലായിരുന്നു. കാവടിയൊക്കെ ഉള്ളൂ. കാവടിയല്ലേ ഉള്ളൂ. പണ്ട് കാവടി കാവടി ആന മാത്രമേ ഉള്ളൂ. കാവടി ആന മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ എഴുന്നള്ളത്തുള്ളത് പിന്നെ ഇതിന് നമ്മുടെ പന്തി എഴുന്നള്ളിക്കുന്നുണ്ട്. പക്ഷേ കാവടി ആട്ടത്തിലാണ് ശൂലക്കുത്തിയൊക്കെ. കിഴക്കൻ ഭാഗത്തിൻ്റെ പടിഞ്ഞാറൻ ഭാഗത്തിൻ്റെ രണ്ട് ഭാഗത്തിൻ്റെ എൻ്റെ സുഹൃത്തിൻ്റെ മകളാണ് മോൾക്ക് വലിയ ഇഷ്ടമായി ഇങ്ങനെയൊക്കെ ഉള്ള നിൽക്കാൻ. ഓരോ തരത്തിൽ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത പ്രത്യേക വെറൈറ്റി പോക്കുകളാണ്. എല്ലാം ദേവി ഉണ്ട്, ഭദ്രകാളിയുണ്ട്, ഗണപതിയുണ്ട്. ചന്ദനക്കുടം കഴിഞ്ഞതേ ഉള്ളായിരുന്നു. ഇവിടെ വെല്ലുവിളിയിൽ ചങ്ങനാശ്ശേരി വെല്ലുവിളിയിലെ ചന്ദനക്കുടവും പാറേപ്പള്ളിയിലെ പെരുന്നാളും പെരുന്നേ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയവും ഇതുമാണ് അഞ്ചവിളക്കിൻ്റെ നാട്ടിലെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ. ഈ 3 ആഘോഷത്തിനും കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാരെത്തും. എല്ലാ ജാതി മതസ്ഥരും എത്തും. വളരെ വലുതാണ്. അടുത്ത വർഷത്തെ നമ്മുടെ ചന്ദനക്കുട മഹോത്സവം നമ്മുടെ ഇത് നമുക്ക് ഭംഗിയായിട്ട് കാണിക്കാം. ഇപ്രാവശ്യം നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, നമ്മുടെ സ്ഥലത്തില്ലായിരുന്നതുകൊണ്ട്. പിന്നെ ചന്ദനക്കുടത്തിൻ്റെ നമ്മൾ കാണേണ്ടതാണ്. നമ്മുടെ കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ എത്തുമ്പോൾ അവിടുന്ന് കിഴി കൊടുത്ത് സ്വീകരിക്കുന്നതും അതുപോലെ വളരെ നല്ല രസമുള്ള ഒരു ആഘോഷമാണ് അത് കാണുന്നത്. പരമ്പരാഗത 10-250 വർഷമായിട്ട് നടന്നു വരുന്ന ഒന്നാണ് ചന്ദനക്കുട മഹോത്സവം. അതിൻ്റെ ആ പാവാടയുടെ കയ്യിൽ അങ്ങനെ എല്ലാം നല്ല ഭാരമുള്ളതാണ്. അതിൻ്റെ ആ റിങ്ങിലാണ് അതിൻ്റെ ഇതൊക്കെ നല്ല ഭാരമുള്ളതാണ് കേട്ടോ. അവരിതൊക്കെ ചുമന്നുകൊണ്ട് നടക്കുന്നു. നമുക്ക് കാണുമ്പോൾ നല്ല രസവും ഭംഗി തോന്നുന്നു. അവർ വേർത്ത് കുളിച്ച് നല്ല കഷ്ടപ്പെട്ടാണ് അവർ നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഈ ആഘോഷം നടത്തുന്നത്. ഇതിപ്പം നമ്മുടെ ആഘോഷം തുടങ്ങിയ ഭാഗമാണിത്. തുടങ്ങിയ ഒരു 1/2 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇനി ഇവിടുന്ന് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ഒത്തിരി ദൂരമുണ്ട്. ടൗണിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഈ കാണുന്ന ജനപ്രളയമൊന്നുമല്ല, ഭയങ്കര ജനമാണ്. നമ്മൾ തിരക്ക് കുറഞ്ഞ ഭാഗത്ത് നിന്നോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട്. മറ്റേ ടൗണിൻ്റെ ഹൃദയഭാഗത്തോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഇഞ്ച് കിട്ടത്തില്ല സ്ഥലം നിൽക്കാൻ വേണ്ടി. കെട്ടിടങ്ങളുടെ മുകളിലും അവിടെ ഇവിടെ എല്ലാം മൊത്തത്തിൽ തിരക്കാണ്. പിന്നെ നമുക്ക് ആ ഒരു ഒഴിഞ്ഞ ഭാഗം സുഹൃത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവിടെ വന്ന് നിന്നുകൊണ്ട് നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടി. കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ തിരക്കിനകത്തൊന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കുക. ഈ കാവടിയുണ്ട്, ഇതിൻ്റെ എന്ത് ഭാരമാണെന്നറിയാം. അവരിടയ്ക്കിടയ്ക്ക് വേറൊരാളും കൂടെ വരും. ഇടയ്ക്കിടയ്ക്ക് ഇത് ഭയങ്കര വെയിറ്റായിരുന്നു. മൊത്തം പട്ടികയിലും തടിയിലല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറൊരാൾ വരും. ആ ആൾ വന്ന് പുള്ളി ഇങ്ങനെ മാറി മാറി എടുത്തെടുത്ത് ഇവർ പോകുന്നു. ഒരാൾക്ക് അവിടം വരെ അത് ചുമക്കാൻ പറ്റില്ല. വായിപ്പിളേക്കുണ്ട്. ഇതിനകത്താണ് ആൾ നിൽക്കുന്നത്. അവർ ഉയർത്ത് കുളിച്ച് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ശകലം പോലും അതിനകത്ത് വായി കയറത്തില്ല. നല്ല വെയിറ്റുണ്ട് ഈ സാധനങ്ങൾക്കൊക്കെ. നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇച്ചിരിച്ച് ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാത്തിനും വെയിറ്റുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയാണ്, രസമാണ്. ക്യാമറ കണ്ണുകൾക്കായാലും എല്ലാത്തിനും വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതിനെക്കാട്ടും മനോഹരമായിരിക്കും. കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള കണ്ണൂരിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. ഓരോ ഭാഗത്തെ നമ്മുടെ ചരിത്രപരമായിട്ടുള്ള എല്ലാ ഫ്ലോട്ടുകളും ഉണ്ട്. നല്ല ഭംഗിയാണ്. ഇതിനകത്ത്
മേളങ്ങളും വാദ്യങ്ങളും ഒന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല. ഇതാ നന്ദി. സാധാരണ നന്ദിയെ നമ്മൾ കാണുന്നത് മഹാദേവരുടെ ഉത്സവ പറമ്പുകളിലാണ്. മഹാദേവരുടെ ഉത്സവ പറമ്പുകളാണ് നന്ദിയെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കെട്ടുകാഴ്ച ഉണ്ടായിരുന്നു നന്ദിയുടെ. ഓരോ തരത്തിലുള്ള കാവടികളുണ്ട്. അവിടുന്ന് ദൂരത്തു നിന്ന് ഒരു വണ്ടിയിൽ കയറ്റി വളരെ സൂക്ഷ്മതയോടുകൂടി ഇവിടെ കൊണ്ടുവന്ന് എല്ലാം സെറ്റ് ചെയ്ത് ഒരാൾ എടുത്തോണ്ടല്ലോ അകത്തതിൽ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ 5 പേരോ 6 പേർ 5 or 6 കാവടി വീതം ഉള്ള ഒരു ഗ്രൂപ്പാണ്. അവർക്കെല്ലാം ഓരോ ചെണ്ടമേളമുണ്ട്. ഇത് പിന്നെ ഒരു വേറൊരു ടൈപ്പ് കാവടിയാണ്. പക്ഷെ നല്ല രസമായി കാവടി കാണാൻ. LPG ഒക്കെ വെച്ചെല്ലാം സെറ്റ് ചെയ്ത് നല്ല രസമായി. അത് എല്ലാത്തേലും ബാറ്ററി വെച്ചിരിക്കുക. എല്ലാത്തേലും ബാറ്ററി വെച്ച് LED ലൈറ്റ് ബാറ്ററി വെച്ചല്ലേ? ബാറ്ററി വെച്ചാൽ കുറച്ച് ബാറ്ററി ഉണ്ട്. ബൈക്കിനൊക്കെ വലിയ സൈസിൻ്റെ ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി വെച്ച് അതേ LED കണക്ഷൻ കൊടുത്തിരിക്കുക. നമ്മുടെ കൊടുന്ന അടുത്ത രഥം മുമ്പ് ഇതിന് മുമ്പ് 2 രഥം പോയായിരുന്നു. അത് ഇത് വലിയ രഥമാണ്. ഇതിൻ്റെ പുറകിൽ കൊണ്ടിനി ഓരോരോ വെച്ച് ഓരോ കരയിൽ നിന്നുമൊക്കെ ഉള്ളത്. കിഴക്കും ഭാഗമാണ്. കിഴക്കൻ ഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വ്യക്തികൾ സ്പോൺസർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. ഓരോ രഥങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ഇത് എൻ്റെ സുഹൃത്തിൻ്റെ ഇത് നമ്മുടെ അശ്രീക്കടവിൽ മുത്തപ്പൻ്റെ ഓരോ ഗ്രൂപ്പും 5 പേര്. അതിൻ്റെ പേരെനിക്കറിയില്ല. പക്ഷെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് പ്രശ്നക്കടയിൽ പോയപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അവസാന അത്രത്തോളം അണിഞ്ഞൊരുങ്ങിയ ഓരോ ഗജവന്മാരെ കാലിൽ വരെ എല്ലാം ചിലമ്പെല്ലാം കെട്ടിയിട്ടുണ്ട്. മണിയുണ്ട്. ഇപ്രാവശ്യം കൊമ്പയെ മാത്രം, നേരത്തെ കൊമ്പിൽ ഇവർ നമ്മുടെ നേരിയത് കിട്ടുമായിരുന്നു. 2 കൊമ്പയിൽ ഓരോ നേരിയത് കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം നേരിയത് അതിന് പകരം കാലയില മണി കെട്ടിയിട്ടുണ്ട്. കുറിയും പൊട്ടും എല്ലാം ഇട്ട് രാത്രിയിലായതുകൊണ്ട് ആനയ്ക്ക് വലിയ ചൂടൊന്നും അറിയത്തില്ല. ഇത്ര അവരവിടെ ഈ ചാക്കൊക്കെ ഇട്ട് തറ നനച്ച് അവിടെ നിർത്തിയിരുന്നത്. പകരം അങ്ങനെ ആനയെ കത്തില്ല. രാത്രി മാത്രമേ. രാത്രിയിലേ ഉള്ളൂ ഇവിടുത്തെ ആനയും കൊണ്ടുള്ള ആഘോഷം. മാത്രമല്ല അവരെ അവിടെ പിന്നെ ഈ ചാക്ക് നനച്ച് ഇട്ട് അതിൻ്റെ മേളിൽ അവരെ നിർത്തിയിരുന്നു. കാലിൽ വെള്ളം ചൂടാവാതിരിക്കാൻ കേട്ടില്ല. ഭഗവാനെ എഴുന്നള്ളിച്ചുകൊണ്ട് തുടക്കം വന്നില്ല. സുബ്രഹ്മണ്യ സ്വാമി, വേലായുധ സ്വാമി, നമ്മുടെ അത് ആളെന്ന് ഞാൻ ശരിക്കും നോക്കിയില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായവരാണ് ഈ 7 പേരും എഴുന്നള്ളത്തുമായിട്ട് പോകുന്നത്. അതെന്തായാലും അതിനകത്ത് പാമ്പാട് രാജനും പുതുപ്പള്ളി കേശവനും പുതുപ്പള്ളി സാധു ഉണ്ടെന്നുള്ള ഉറപ്പാണ്. ആരാന്ന് എനിക്ക് ഞാൻ നോക്കിയില്ല. ഇപ്പം 4 പേര്